വന്നിരിക്കുന്നത് ഒരു അടിപൊളി പിസയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഓവണൊന്നും ഇല്ലാതെ തന്നെ സാധാ ഫ്രൈ പാനിൽ നമുക്ക് പിസ്സ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിസ്സ. അപ്പോൾ ഒരു പ്രാവശ്യം വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എൻ്റെ റെസിപ്പി ആയിട്ട് ഇട്. അപ്പോൾ എന്തായാലും വിചാരിച്ച റെസിപ്പി ആയിട്ട് ഇടാന്ന്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിൽ എങ്ങനെ പിസ്സ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ പിസ്സ ബേസ് ആദ്യം നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/4 ഗ്ലാസോളം ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്നിലും കുറച്ചും കൂടി ഒരു 2 പിഞ്ച് കൂടുതൽ ആഡ് ചെയ്തോളാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഈസ്റ്റ് ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഷുഗറൊക്കെ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വീർത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒരിക്കലും ആഡ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തോളാം. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണത് ഒറിഗാനോ ആണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് നിങ്ങളിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മൈദ, അപ്പം ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. അതായത് ഒരു വലിയ പീസ് ഉണ്ടാക്കുന്ന ഒരു മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് ആ കപ്പിലെല്ലാം മെഷർമെൻറ്റ് എടുത്താൽ മതി. അല്ലാതെ 250 ml തന്നെ വേണമെന്നില്ല. അപ്പോൾ ഏത് കപ്പിലെടുക്കുന്നത് അതിൽ തന്നെ എല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കി ആരും കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ 1 കപ്പ് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാണ്ട് വന്നു. നേരത്തെ നമ്മൾ 1/4 കപ്പല്ലേ ആഡ് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തോരം വെള്ളം വേണമെന്ന്. അധികം ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഞാൻ ബാക്കി വെച്ചിരുന്ന 1/2 കപ്പ് മൈദയും കൂടി മൊത്തം 1.5 കപ്പിൽ 1 കപ്പ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് ഇപ്പോൾ 1/2 കപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്തായാലും വേണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ചിട്ട് വെള്ളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റം വരും. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദയ്ക്ക് മൊത്തം ഒരു 3/4 കപ്പോളം, 3/4 കുറച്ച് കുറവ് വേണ്ടി വന്നുള്ളൂ വെള്ളം. അപ്പോൾ നമ്മളെടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് അത് മാറ്റം വരും. അപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നമ്മൾ കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചെടുക്കാം. അപ്പോൾ എന്നിട്ട് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് ഈസിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ കട്ടിംഗ് ബോർഡിലേക്ക് ആക്കിയിട്ടുണ്ട്. കട്ടിംഗ് ബോർഡിൽ ഈ മാവ് വയ്ക്കുന്നതിന് മുമ്പ് 1 സ്പൂണോളം മൈദ അതിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് പോലെ കൈമിലൊക്കെ ആകെ ഇത് ഒട്ടി പിടിക്കും. അപ്പോൾ ഒരു സ്പൂണോളം 1-2 സ്പൂണോളം മൈദ ഇട്ടിട്ട് നല്ലപോലെ അത് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ലപോലെ സോഫ്റ്റ് ആകുന്ന ഒരു 5-10 മിനിറ്റോളം നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് മൈദ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൈദ കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് മാറിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ബോളാക്കി എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ബൗളിലേക്ക് ഈ മാവ് വെച്ചിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കണം അങ്ങനെ ചെയ്യണത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലായിടത്തും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ, അത് പല സ്ഥലത്തും പല ചൂടല്ലായിരിക്കാം. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഈ മാവ് നല്ലോണം വീർത്ത് വരും. അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്ക് ഉള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. നമുക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ മതി. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ ഇതിൽ ചെയ്യാം. പിന്നെ ഗരം മസാല ഒരു 1/4 സ്പൂണിൽ താഴെ, ഒന്നുള്ളിൽ മാത്രം മതി ഗരം മസാല. പിന്നെ മുളക് പൊടി, അധികം എരിയില്ലാത്ത മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ഞാൻ അധികം ഒറിഗാനോ ഇടുന്നത്. അതിപ്പോൾ നമ്മളെ പനിക്കൂർക്ക് ഉണക്കിയാലില്ലേ, അതാണ് ഒറിഗാനോ എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പീസ് ഉണ്ടാക്കുമ്പോൾ അതിട്ടാലുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറക്റ്റ്. അപ്പോൾ അതെന്തായാലും ഇടാൻ നോക്കാം. അപ്പോൾ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് യൂസ് ചെയ്ത് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പുള്ള മാരിനേഷൻ വേണമെങ്കിലും ചിക്കൻ പിസയ്ക്ക് ചെയ്യാം. ചിലർ ഇപ്പോൾ എന്താ പറയുക 65ൻ്റെ മസാല എടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ ടിക്കര മസാല. നമുക്കിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടായാലും ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒരു ചിക്കൻ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ലെമൺ ജ്യൂസ് തൈര് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് കണ്ടില്ലേ, നേരത്തെ വെച്ചതിനേക്കെല്ലാം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് കണ്ടില്ലേ.
ഇങ്ങനെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരണം. അപ്പോൾ പല സ്ഥലത്തും ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ചൂട് നല്ലോണം ഉള്ളിടത്ത് 1.5 മണിക്കൂറിലൊക്കെ ആവും. ഇപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറിൽ കൂടുതലൊക്കെ എടുക്കും. അപ്പോൾ ഇതേപോലെ മാവ് നല്ലോണം വീർത്ത് വരണം. അത് വേറെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി നല്ലോണം കുഴക്കണം. ഞാൻ വീണ്ടും കട്ടിങ് ബോഡിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കട്ടിങ് ബോഡിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, കാരണം മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആയില്ലേ. അപ്പോൾ ഇതിൽ ഇത്തിരി അങ്ങനെ പൊടി ആഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റോളം അങ്ങനെ നല്ലോണം കുഴക്കാം. മാവ് വീണ്ടും എത്ര നേരം കുഴക്കുന്നു അത്രയും സോഫ്റ്റ് ആവും നമ്മളുടെ ഈ മാവ്. പിന്നെ നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാനിവിടെ ഫ്രൈ പാനിലാണ് ഈ പീസ് ഉണ്ടാക്കാൻ പോകുന്നത്, ഓവനിലല്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, ഓവനില്ലാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം വലിയ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പീസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. ഞാനിവിടെ അത്യാവശ്യം വലിയ പീസ് ഉണ്ടാക്കുന്നത് ഒരു വലിയ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1.5 കപ്പ് എടുത്തു. ഇപ്പം നിങ്ങളിൽ ചെറിയ ഫ്രൈ പാൻ ആണെങ്കിൽ നിങ്ങൾ 1 കപ്പൊക്കെ മതിയായിരിക്കും. അതനുസരിച്ചിട്ട് ഈസ്റ്റും 1 ടീസ്പൂൺ പകരം 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൽ പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാനാണ്, നമുക്ക് പെട്ടെന്ന് പിസ്സ റെഡിയാക്കി എടുക്കാൻ, പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം പരത്തി കൊടുക്കാം. കൈ കൊണ്ട് പെട്ടെന്ന് പരത്താൻ പറ്റും. മാവ് നല്ലോണം നമ്മൾ കുറേ കുഴച്ച കാരണം മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ സമയത്ത് ഇങ്ങനെ കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കും. ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത്തിരി ഒന്ന് ഓയിൽ കൈമാക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടിയും പരത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തുമ്പോൾ എല്ലായിടത്തും ഈക്വലായി വരണം. എല്ലാ ഭാഗവും ഓരോ തിക്നെസ് ആവണം. ഒരു ഭാഗത്ത് തിക്നെസ് കൂടുതൽ, തിക്നെസ് കുറവ് അങ്ങനെ പാടില്ല. എല്ലാ ഭാഗവും ഒന്ന് ഈക്വലായി ഓരോ തിക്നെസ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ സൈഡിലൊന്നും ഇങ്ങനെ പിസർ ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ തിക്നെസ് ഓരോരുത്തർ ഇഷ്ടം പോലെ, ചിലർക്ക് കുറച്ച് തിക്കുള്ള ബേസ് ആയിരിക്കും ഇഷ്ടം. തിക്നെസ് കുറവുള്ളവർക്കാണെങ്കിൽ ഇത്രയും തിക്ക് വേണ്ട, കുറച്ചിട്ടായാലും കുറച്ച് മാവ് മാറ്റിച്ചാൽ മതി, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ ആ സമയം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മാത്രം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഓയിൽ നമുക്ക് എടുക്കാം, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഗ്രേവിനെ പിസയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ അത് ഫ്രൈ ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ പോണത്. അധികം ഓയിൽ വേണ്ട വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്ത് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. ഞാൻ പക്ഷേ കുറച്ച് ഓയിൽ വെച്ചിട്ട് അധികം ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ തന്നെ വെള്ളം വരും. കണ്ടില്ല, ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വന്നു. ഇങ്ങനെ വെള്ളം വന്നില്ലെങ്കിൽ തന്നെ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളത്തേക്ക് ഇടുന്ന ചിക്കൻ ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ അതുവരെ വീണ്ടും മൂടിച്ചിട്ട് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ ആ ചിക്കൻ കുക്കാവുന്ന സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനൊന്നും വേണ്ട, അതിൻ്റെ കുറേ ചെറിയ പീസുകൾ മതി. അത് ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മാത്രമായാലും മതി ക്യാപ്സിക്കം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ഇവിടെ കുക്കായിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും മതി, നമുക്ക് ഇങ്ങനെ തന്നെ പിസയ്ക്ക് ആഡ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയനും ക്യാപ്സിക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പകുതിയിലധികം അതിലേക്ക് ഇട്ടെടുക്കാം. കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് കോൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ കുറച്ച് മഷ്റൂം ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു കളർ തന്നെ ക്യാപ്സിക്കൽ അതായാലും മതിയോ, അതൊക്കെ നമ്മൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെല്ലാத்தைയും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അധികം ഒന്ന് കുക്കാവണ്ട, 1-2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് പിസ്സ സോസാണ്. അപ്പോൾ ഈ പിസ്സ സോസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഈ Oregano മാത്രം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിസ്സയ്ക്ക് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പുറത്ത് വാങ്ങിച്ചാലും മതി. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി Oregano ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പിസ്സ സോസിലും Oregano ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പിസ്സയ്ക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ പിസ്സയുടെ ബേസ് ഉണ്ടല്ലോ, അത് 30 മിനിറ്റ് കഴിഞ്ഞു.
ഇനി നമുക്ക് അതൊന്നും കൂടി കൈ കൊണ്ട് എല്ലായിടത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടി ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഡോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ സൈഡൊക്കെ തിക്നെസ്സൊക്കെ കറക്റ്റ് എല്ലാ ഭാഗത്തും കറക്റ്റ് ആവാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ സൈഡ് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിച്ചയുടെ സൈഡ് എപ്പോഴും ഇതേപോലെ ഒന്ന് ഷേപ്പിലുണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പിച്ചയുടെ ബേസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ചെറുതായിട്ട് ഒരു ഫോർക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കാം. ആ പിച്ചയുടെ ബേസ് അധികം വീർത്ത് വരാതിരിക്കാൻ അങ്ങനെ ചെയ്യണത്. ജസ്റ്റ് ഒന്ന് അപ്പോൾ അതിങ്ങനെ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പുറം മാത്രം ഒന്ന് കുക്ക് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ടിങ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് മറിച്ചിടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ബേസ് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് കുക്ക് ആവാത്ത സൈഡല്ല, അത് താഴ്ത്തിക്ക് ഇട്ടിട്ട് വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണം ചീസും ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസ് ഇവിടെ മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പിസ്സ സോസ് ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഇടും. പിന്നെ ചിക്കൻ, നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ, പിന്നെ ഒലീവ്സ്. അപ്പോൾ പിസ്സയ്ക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒലീവ്സ് എടുത്തത്, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുകളിൽ പിസ്സ സോസ് ആഡ് ചെയ്തെടുക്കാം. ശരിക്കും ഈ പിസ്സ സോസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിസ്സയുടെ പണി പെട്ടെന്ന് കഴിയും, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ നമുക്ക് ചെയ്ത് തരുമ്പോൾ പെട്ടെന്ന് കഴിയും. പിസ്സ സോസ് ആദ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ ഇടാം. ഇപ്പം നിങ്ങൾക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കിട്ടായാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെച്ചപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓർഗാനോ ഇട്ടാലും യൂസ് ചെയ്യാം. പക്ഷേ കെച്ചപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഒറിജിനൽ പിസ്സയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ പിസ്സ സോസ് തന്നെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. അടുത്ത് തന്നെ ഞാൻ റെസിപ്പി ഇടും. അപ്പോൾ ഞാൻ ഒരു 2-3 സ്പൂണോളം മുകളിൽ ഒഴിച്ചെടുത്തു. എന്നിട്ട് മൊസറല്ല ചീസ് ഇതേപോലെ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചീസ് ഇപ്പോൾ എന്തോരം വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ചീസ് ഇടുമ്പോൾ നമ്മളെപ്പോഴും പാൻ്റെ സൈഡിലേക്ക് ആയിട്ട് പോകാതെ നോക്കിക്കോളാം. അപ്പോൾ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ആ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം, സൈഡിലൊന്നും തട്ടാതെ വേണം ചീസ് ഇടാനായിട്ട്. അപ്പോൾ ചീസ് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ എല്ലാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിക്കൻ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് പീസുകൾ ഇങ്ങനെ വെച്ചെടുത്താലും മതി. ചിക്കന് പകരം മഷ്റൂം എടുക്കാം, നമുക്ക് എന്തായാലും എടുക്കാം. ഇപ്പോൾ വെജ് വേണ്ടവർക്ക് നമ്മളുടെ കോൺ അല്ലെങ്കിൽ മഷ്റൂംസൊക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഓണിയനും ക്യാപ്സിക്കം എല്ലാം പല കളറുള്ള ക്യാപ്സിക്കം കൂടി ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം കടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ വീണ്ടും ഒരു ലെയർ കൂടി ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊസറല്ല ചീസാണ് ഇതിൻ്റെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ചീസ് എത്ര ഉണ്ട് അത്രയും ടേസ്റ്റ് കിട്ടും പിസ്സയ്ക്ക്. പിന്നെ നമ്മൾ ഈ പാനിലൊക്കെ പിസ്സ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടി കൂടാൻ പാടില്ല. പിസ്സ ബേസിന് അധികം കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഭയങ്കര തിന്നാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം ഉണ്ടാക്കാനായിട്ട്, ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് ഒലീവ്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ പിസ്സയ്ക്കൊക്കെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇടയണ്ടേ, അപ്പോൾ ഇതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ചീസ് ഞാൻ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം, എത്ര കൂടുതൽ ആഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ് കൂടും പിസ്സയ്ക്ക്. അപ്പോൾ അങ്ങനെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് 3 കളർ ക്യാപ്സിക്കം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കയറി വേണ്ടെങ്കിൽ ഇത് ചില്ലി ഫ്ലേക്സ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ചെയ്യാം. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലായാലും ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചീസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ കുക്കായ ഭാഗത്താണ്, മുകൾ ഭാഗത്താണ്. താഴ്ഭാഗം ഇപ്പോഴും കുക്കായിട്ടില്ല, ഇനി നമുക്കത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഈ പാൻ അങ്ങനെ തന്നെ വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്തു. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കണത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചു. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയത്തുള്ളത് കുക്കായിക്കോളും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു.
ചിലർക്ക് ഒരു 20 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ നമ്മളെടുക്കുന്ന ബേസിൻ്റെ അതായത് ബേസിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ടൈം എടുക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തോളാം, മീഡിയം ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ താഴെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡ് കളർ കാണും. അപ്പോൾ ആ കുക്കായിട്ടാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടുന്ന് ആ പാനിക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഞാനിവിടെ കട്ടിങ് ബോഡിക്കാണ് മാറ്റിയിരിക്കുന്നത് പിസ്സ. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ചീസൊക്കെ നല്ലോണം മെൽറ്റായി നല്ല അടിപൊളി പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവണൊന്നും ഇല്ലാതെ തന്നെ പാനിൽ നമുക്ക് അടിപൊളിയായിട്ട് പീസ് ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു പീസയുടെ ക്വാണ്ടിറ്റി കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 2-3 പീസ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഈ മെഷർമെൻറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ നമ്മളുടെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ടെക്സ്ചർ അറിയാമല്ലോ, ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മളൊരു പീസ് മുറിച്ചെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി കൂടിയിട്ടില്ല, എന്നാൽ ഭയങ്കര തിന്നല്ല, ഒരു മീഡിയം തിക്നെസ് ആയിരിക്കണം നമ്മൾ പാനിൽ പീസ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. സൂപ്പറായിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും പീസുകൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.